ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. F is a function from 0, 1 to real numbers defined as f of x equals root 10. കണ്ടോ, root 10 ആണ്. If x belongs to closed 1 by n plus 1, 1 by n, n belongs to n. Natural number ആണ്, ശ്രദ്ധിക്കണം. And g is a function from 0, 1 to r, be a function like this. g of x കണ്ടോ, ഇവിടെ കണ്ടാൽ തന്നെ അറിയാം ഒരു സാൻഡ്വിച്ച് പ്രോപ്പർട്ടിയുടെ ഒരു പ്രതീതി ഉണ്ട് അല്ലേ? Then what is limit x tends to 0 f of x g of x? അപ്പോൾ ഈ g of x കിടക്കുന്ന സ്ഥലം ഡിഫൈൻഡ് ആണ്. കണ്ടോ, f of x ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് സംതിങ് ലൈക്ക് സാൻഡ്വിച്ച് തിയറം. ഉറപ്പായിട്ടും ലിമിറ്റ് x tends to 0 f of x g of x ആകുമ്പോൾ സാൻഡ്വിച്ച് തിയറം ആണെന്ന് മനസ്സിലായി. കാരണം സാൻഡ്വിച്ച് തിയറം അറിയാലോ നിങ്ങൾക്ക്. ഇഫ് എ ഫംഗ്ഷൻ ലൈ ബിറ്റ്വീൻ ടു ഫംഗ്ഷൻസ്, ഈ ഫംഗ്ഷനും സാൻഡ്വിച്ച് തിയറം ഇതാ പറയണത്. എഫ് ഓഫ് എക്സ് ഉള്ള ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇടയിൽ തിരിഞ്ഞു കളിക്കുകയാണെങ്കിൽ, ജി ഓഫ് എക്സിൻ്റെയും എച്ച് ഓഫ് എക്സിൻ്റെ ഇടയിൽ തിരിഞ്ഞു കളിക്കുകയാണെങ്കിൽ, ആസ് എക്സ് ടെൻസ് ടു എ ദിസ് ഗോസ് ടു പർട്ടിക്കുലർ ലിമിറ്റ് എൽ, ദിസ് ഓൾസോ ഗോസ് ടു പർട്ടിക്കുലർ ലിമിറ്റ്, ദെൻ ഓൾവേസ് ദിസ് ഓൾസോ ഗോ ടു സെയിം ലിമിറ്റ് എച്ച്. ഇതാണ് സാൻഡ്വിച്ച് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്ക്വീസ് തിയറം. നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലേക്കാണ് ഇതിനെ കൊണ്ടുവരേണ്ടത് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം എഫ് ഓഫ് എക്സിനെ ഒന്ന് തീരുമാനമാക്കാം. എഫ് ഓഫ് എക്സ് എങ്ങനെയാണ്? റൂട്ട് എൻ. ഇപ്പോൾ റൂട്ട് എൻ എന്ന് പറയുമ്പോൾ നോക്കൂ, എക്സ് ഇസ് ബിലോങ്ങിങ് ടു ഓപ്പൺ 1 by ക്ലോസ് 1 by n plus 1 1 by n ആണ്. അപ്പോൾ എക്സ് എന്തായാലും എക്സ് എന്ത് തന്നെ ആയാലും എന്നിനേക്കാൾ 1 by n-നേക്കാൾ കുറവാണ്, സ്ട്രിക്ട്ലി കുറവാണ്. എക്സ് എന്തായാലും 1 by n plus 1-നേക്കാൾ ബിഗർ ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇപ്പോൾ n പോസിറ്റീവ് ആയതുകൊണ്ട് എക്സും അതേ പോസിറ്റീവാണ്, കാരണം 0, 1 അല്ലേ, പോസിറ്റീവാണ്. അപ്പോൾ എക്സിന് അങ്ങോട്ട് കൊണ്ടുപോയാലും ഇങ്ങോട്ട് കൊണ്ടുപോയാലും ഒന്നും ഇനീക്വാളിറ്റി റിവേഴ്സ്ഡ് ആവില്ല. അപ്പോൾ എന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ n ലെസ് ദാൻ 1 by x. എഫ് ഓഫ് എക്സ് റൂട്ട് 10 ആണ്. അപ്പോൾ റൂട്ട് എടുത്താലും ഇനീക്വാളിറ്റി പ്രിസർവ്ഡ് ആവും, 1 by root x. അപ്പോൾ ഇതൊരു കഥയാണ്. അതായത് എഫ് ഓഫ് എക്സ് ലൈ ബിറ്റ്വീൻ ലെസ് ദാൻ റൂട്ട് 10 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വിൽ ബി ലെസ് ദാൻ 1 by root x. അപ്പോൾ അതൊരു കഥയാണ്. ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻ്റ് ഐഡിയ. അവിടെ വയ്ക്കുക. നമ്പർ 1. അതേപോലെ എക്സ് ഇസ് ബിഗർ ദാൻ, ബട്ട് ദിസ് ഇസ് 1 പോയിന്റ്. ഇനി എക്സ് ഇസ് ബിഗർ ദാൻ ഓർ ഈക്വൽ ടു 1 by n plus 1 ആണ്. കാരണം 1 by n plus 1-നേക്കാൾ ബിഗർ ആണ് എക്സ്. എക്സ് ഇസ് ലൈങ് ഇൻ ദാറ്റ് ഇൻ്റർവെൽ. അപ്പോൾ n plus 1 ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് കുഴപ്പമില്ല, കാരണം പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 by x. അപ്പോൾ n എന്തായിരിക്കും? n will be bigger than or equal to 1 by x minus 1, or n is bigger than or equal to 1 minus x by x, or root n is greater than or equal to root of 1 minus x by x. So what do you get from this? F of x is bigger than or equal to root of 1 minus x by x. എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ലൈ ബിറ്റ്വീൻ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി. എഫ് ഓഫ് എക്സ് ലൈ ബിറ്റ്വീൻ എന്ത് കിട്ടി? 1 by root x and root of 1 minus x by x. കണ്ടോ, അതാണ് ഇവിടേക്ക് കണക്ട് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ലൈ ബിറ്റ്വീൻ 1 by root x and root of 1 minus x by x. ഇതാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. You have to connect this with g of x. ഞാൻ ഇത് g of x ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ സാധനം എഫ് ഓഫ് എക്സ് ഇതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്, g of x ഇതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ എഴുതാം നമുക്ക്. യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. എന്താ? എഫ് ഓഫ് എക്സ് ഇൻറ്റു g of x. എഫ് ഓഫ് എക്സ് ഇൻറ്റു g of x എവിടെയാണ് കിടക്കുക? ഇറ്റ് ലൈ ബിറ്റ്വീൻ എന്താ കിടക്കുക? g of x എവിടെയാണ് കിടക്കുന്നത്? 2 root x-ൻ്റെയും ഇതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എവിടെയാണ്? 1 by root x ഉണ്ട്. കണ്ടോ, അപ്പോൾ ഇവിടെ 1 by root x വന്നു, ഇൻറ്റു 2 root x വന്നു. ഇപ്പുറത്തോ എന്താണ്? റൂട്ട് ഓഫ്, ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 1 minus x by x. ഇതാണ് എഫ് ഓഫ് എക്സ്. പിന്നെ g of x എവിടെ കിടക്കുന്നത്? ഇവിടെയാണ്. ഇറ്റ് ഇസ് ഇൻറ്റഗ്രൽ x squared to x root of 1 minus t divided by t dt. മനസ്സിലായോ? അപ്പോൾ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഇതിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. നോക്കൂ, ഈ റൂട്ട് എക്സ് വെട്ടി പോകുമ്പോൾ 2 ആണ്. ഇത് 2-ലേക്ക് അറ്റൻഡ് ചെയ്യാം.
അപ്പോൾ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ഇതെപ്പോഴും 2 ആയതുകൊണ്ട് എന്തായാലും ഇത് ടെൻഡ് ചെയ്യുന്നത് നോക്കിയാൽ മതി. അപ്പോൾ മോർ ഓർ ലെസ് ആൻസർ വിൽ ബി സി എന്ന് അപ്പം തന്നെ മനസ്സിലായി. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഇതൊരു ഇൻ്റലിജൻറ്റ് ഗസ്സിന് ഇപ്പം തന്നെ പറ്റൂട്ടോ. കാരണം എന്തായാലും അവിടെ ഡസ് നോട്ട് എക്സിസ്റ്റ് ഉള്ള ചോയ്സിലുണ്ട് ട്രാപ്പാണ്. കാരണം ഇത് എങ്ങോട്ടും പോകുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ആവാം. ഉറപ്പായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ബി അല്ല ആൻസർ. ഡി അല്ല ആൻസർ. കാരണം ഈക്വൽ ടു 3 ആവില്ല. കാരണം ഇത് 2ലേക്കാണ് പോവാം. റൂട്ട് എക്സ് 2ലേക്കാണ് പോവാം. അപ്പോൾ ബിയും ഡിയും അല്ല ആൻസർ. അപ്പോൾ ഒന്നുകിൽ എ ആവാം അല്ലെങ്കിൽ സി ആവാം. അപ്പോൾ അവിടെ ഒരു ട്രാപ്പ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി എ. കാരണം ഇത് 2ലേക്കല്ല ടെൻഡ് ചെയ്യണമെങ്കിൽ ക്യാൻ ബി എ. അപ്പോൾ 2ലേക്ക് ടെൻഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് കണ്ടാൽ മതി. അപ്പോൾ യു നീഡ് ടേക്ക് ഓൺലി ദിസ് ലിമിറ്റ്. ഇതിൻ്റെ ലിമിറ്റ് ഇത് റൂട്ട് എക്സ് വെട്ടിപ്പോയാൽ 2ലേക്കാണ് പോവാം. അപ്പോൾ ഈ റൂട്ട് എക്സും വെട്ടിപ്പോയാൽ ഇത് ലെസ് ദാൻ 2 ആണ്. അപ്പോൾ എക്സ് ടെൻസ് 0 ആകുമ്പോൾ 2ലേക്ക് ടെൻഡ് ചെയ്യുള്ളൂ അല്ലേ? ഇത് എക്സ് ലിമിറ്റ് കൊടുത്താൽ 2ലേക്ക് ടെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ യു ആർ ടേക്കിംഗ് ദ ലിമിറ്റ്. അപ്പോൾ ഇടത്ത് ഭാഗത്തും ഇവിടെയൊക്കെ ലിമിറ്റ് കൊടുക്കുക, ഇവിടെ ലിമിറ്റ് കൊടുക്കുക, ഇവിടെ ലിമിറ്റ് കൊടുക്കുക, ഇവിടെ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ്, ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് 0 ജസ്റ്റ്, ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് 0 0. അപ്പോൾ ഇവിടെ 2 ആയതുകൊണ്ട് ഇറ്റ് ടെൻസ് ടു 2 ഇറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ലിമിറ്റാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ യു ആർ ഗോയിങ് ടു അതൊന്ന് എലാബറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ജി ഓഫ് എക്സ് ഇതിൽ ഇടയിൽ കിടക്കുമ്പം എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിന് ഇടയിൽ കിടക്കും. അപ്പോൾ റൂട്ട് എക്സും ഇതും വെട്ടിപ്പോവും. അപ്പോൾ ദിസ് വിൽ ടെൻഡ് ടു 2. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പം 2 കിട്ടും. അപ്പോൾ ലിമിറ്റ് ഓഫ് എന്താ കിട്ടുക? ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് 0 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ബൈ എക്സ് ഇൻറ്റു integral of x squared to x root of 1 minus t divided by t dt less than limit of x tends to 0 f of x into g of x less than limit of that. അപ്പോൾ 2 തന്നെ എഴുതിയാൽ മതി. അവിടെ ലിമിറ്റിൽ പ്രസക്തിയില്ല, കാരണം ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് മാത്രം കാണും. യു ജസ്റ്റ് ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ദിസ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് കാണാനാണ് നമ്മൾ കേട്ടോ. ലിമിറ്റ് ഓഫ് എക്സ് ഇൻ 0 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ബൈ എക്സ് റൂട്ട് ഓഫ് ദാറ്റ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് താഴത്തേക്ക് എടുക്കുക. കാരണം ഇതെന്താ 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി ഇൻറ്റു 0 ഫോമാണ്. ഇൻഫിനിറ്റി ടു 0 ഫോം എന്ന് പറഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ കണ്ടോ എക്സ് സ്ക്വയർ ടു എക്സ് ആയതുകൊണ്ട് അവിടെ ലെബനിറ്റ്സ് ഉപയോഗിച്ചാലാണ് നന്നാവുക, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നന്നാവുക. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് താഴത്തേക്ക് ആക്കുക. കണ്ടോ, ഇത് താഴത്തേക്ക് ആക്കി. അപ്പോൾ കേട്ടോ ഇത് 0/0 ഫോമായി. കാരണം എക്സ് 0 ടെൻഡ് ചെയ്യുമ്പോൾ 0 to 0, ഇവിടെ 0 ആകുമ്പോൾ 0/0 ഫോമായി. 0/0 ഫോം ആയാൽ യു ക്യാൻ യൂസ് എൽ ഹോസ്പിറ്റൽ റൂൾ. മുകളിലും താഴെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയും ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എങ്ങനെ നമുക്കറിയാം? അപ്പർ ഫംഗ്ഷൻ കൊടുക്കുക ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് 1, ഇൻറ്റു ലോവർ ഫംഗ്ഷൻ കൊടുക്കുക ഇൻറ്റു എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x. അപ്പോൾ ഇവിടെ താഴെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ് ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് ബൈ 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് ബൈ 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. എക്സ് ബൈ 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഇത് മുകളിൽ വരുമ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ബൈ വെച്ച് ഒന്നായിട്ട് വെട്ടി കഴിഞ്ഞാൽ ഇത് വെട്ടുമ്പോൾ 1 പ്ലസ് എക്സ് ബൈ എക്സ് വരും. ഇത് 1 മൈനസ് എക്സ് സ്ക്വയർ നിന്ന് 1 മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ആക്കാം അല്ലേ? അപ്പോൾ അത് വെട്ടി പോകുമ്പോൾ ഇത് മാത്രം വരും. ഇനി എക്സ് ഇവിടെ 2 ഓൾറെഡി ഉണ്ട്. 2 മുകളിൽ വരുമ്പോൾ ഇവിടെ 2 വരും. ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പം എന്താ വരിക? ഇത് 0 ആവും, ഇത് 0 ആവും. 1/1 ഇവിടെ 2 ഉണ്ട്, ആൻസർ വിൽ ബി 2. അപ്പോൾ അത് 2ലേക്ക് ടെൻഡ് ചെയ്യാം. അപ്പം ഈ സാധനം 2ലേക്ക് ടെൻഡ് ചെയ്യാം. അതുകൊണ്ട് ദിസ് വിൽ ടെൻഡ് ടു 2. ഇതിന്റെ വാല്യൂ എന്താ? ഇത് 2ലേക്ക് ടെൻഡ് ചെയ്യാം. അപ്പോൾ ഇതും 2ലേക്ക് ടെൻഡ് ചെയ്യുക, ഇതും 2ലേക്ക് ടെൻഡ് ചെയ്യാം. അതുകൊണ്ട് ഇതിന്റെ വാല്യൂ 2ലേക്ക് ടെൻഡ് ചെയ്യാം. അപ്പോൾ ആൻസർ വിൽ ബി വാട്ട് ദ ആൻസർ? യു ആർ ഷുവർ ദാറ്റ് വാട്ട് ദ ആൻസർ? ആൻസർ ഇസ് സി. സി ഇസ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ആൻസർ. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ലെബ്നിറ്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ അത് ഈസി ആവുള്ളൂ. ഓക്കെ, നമുക്ക് 5ാമത്തെ ചോദ്യം. ലെറ്റ് ക്യൂ ബി എ ക്യൂബ് വിത്ത് സെറ്റ് ഓഫ് ഓൾ വേർട്ടിസസ്. ഒരു ക്യൂബിന് എത്ര വേർട്ടിസസ് ഉണ്ടാവും മക്കളെ? എത്ര വേർട്ടിസസ് ഉണ്ടാവും? കണ്ടോ, x1 x2 x3 എത്ര വേർട്ടിസസ് ഉണ്ടാവും? ഇവിടെ 4, ഇവിടെ 4, 4 8 വേർട്ടിസസ്. കണ്ടോ, 0 1. അപ്പം 2 × 2 × 2 8 വേർട്ടിസസ് ഉണ്ടാവും. x1 x2 x3 ബിലോങ്സ് ടു ആർ ക്യൂബ്. വെറുതെ കാരണം ഈ പോയിന്റ് ഇപ്പോൾ x ആക്സ് y ആക്സ് ആണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും? 0 0 0 ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡ് 1 ആണെങ്കിൽ ഇത് 1 0 0 അങ്ങനെയല്ലേ? 1 1 0 0 0 1 0 0 0 1 1 1 1 അങ്ങനെ കുറേ വേർട്ടിസസ് ഉണ്ടാവുക. അപ്പോൾ ആ വേർട്ടിസസ് ആണ് ഇതെന്ന് കാണിക്കാനാണ്. x1 x2 x3 belong to 0 1 1 അത്രേ ഉള്ളൂ. You can have x1 can take 2 values, x2 2 values, x3 take 2 values, 2 × 2 × 2 8 values. അപ്പോൾ 8 vertices ആണ്. Let F be the set of all 12 lines containing the diagonals of the 6 faces. അപ്പോൾ ഇതിൽ 6 ഫേസ് ഉണ്ട് അല്ലേ? 6 ഫേസിലും ഡയഗണൽസ് ഉണ്ടാവും.
ഓരോ ഫേസിലും ഓരോ ഡയഗണൽ. അതായത് ഇതൊരു ഫേസ് ഡയഗണലാണ്. നിങ്ങൾക്ക് ഫേസ് ഡയഗണലും ബോഡി ഡയഗണലും നമ്മൾ വ്യത്യാസം അറിയാലോ. ഫേസ് ഡയഗണൽ ദർ വിൽ ബി 6 ഫേസസ്. അപ്പം ഓരോ ഫേസിലും 2 ഡയഗണൽ ഉണ്ടാവും. ഇത് ഇൻ്റർസെക്ട് ചെയ്യും, സ്ക്വയർ ആണ് ഇൻ്റർസെക്ട് ചെയ്യും. ഇവിടെ ഒരു ഫേസ് ഡയഗണൽ ഉണ്ടാവും, ഫേസ് ഡയഗണൽ. അപ്പോൾ 6 ഫേസ് ഡയഗണൽ, 6 ഫേസ് ഡയഗണൽ ഉണ്ട്, 6 ഫേസസ് ഉണ്ട്. അപ്പോൾ ദർ വിൽ ബി ഓരോ ഫേസിലും 2 ഡയഗണൽസ് ഉണ്ട്. അപ്പോൾ 12 ഫേസ് ഡയഗണൽസ്, 12 ഡയഗണൽസ് കണ്ടെയ്നിങ് 6 ഫേസ്. അപ്പോൾ അതാണ് എഫ്. എഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഫേസ് ഡയഗണൽ, സെറ്റ് ഓഫ് ഓൾ ഫേസ് ഡയഗണൽസ്. പിന്നെയോ ഫേസ് ഡയഗണൽസ്. എസ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ 4 ഡയഗണൽസ് കണ്ടെയ്ൻ ദ മെയിൻ ഡയഗണൽസ്. അതൊക്കെ മെയിൻ ഡയഗണലാണ് ബോഡി ഡയഗണൽ, ഉള്ളിൽ കൂടി പോകുന്ന ഡയഗണൽ. അതായത് ഇപ്പം ഇത് ഒ ആണ്, ഇത് പി ആണെങ്കിൽ ഒ പി പറയുന്നത് ഒരു ഉള്ളിൽ കൂടി പോകുന്ന ഡയഗണലാണ്. അപ്പം സപ്പോസ് വി ക്യാൻ ടേക്ക് ദിസ് പോയിന്റ് as P111. അപ്പോൾ ഒ പി പറയുന്ന ഒരു ബോഡി ഡയഗണലാണ്. എത്ര ബോഡി ഡയഗണൽ ഉണ്ടാവും? ഉള്ളിൽ കൂടി പോകുന്ന ഡയഗണൽ, വി കോൾ ഇറ്റ് ബോഡി ഡയഗണൽ. There are 4 body diagonals and 12 phase diagonals. അപ്പോൾ അതാണ് S. S is a set of all main diagonals. Main diagonals ആണ് ബോഡി ഡയഗണൽസ് ആണ്. Set of all main diagonals. Set of all main diagonals. Main diagonals ആണ് ബോഡി ഡയഗണൽ, ഉള്ളിൽ കൂടി പോകുന്ന ഡയഗണൽ. Okay. For instance, line passing to the vertex 0, 0, 0 and 1, 1, 1 is in S. അതെ, ഇതൊരു ബോഡി ഡയഗണലാണ്. ഞാൻ പറഞ്ഞില്ലേ 0, 0, 0 എന്ന് 1, 1ലേക്ക് ഉള്ളിൽ കൂടി പോകുന്ന ഡയഗണൽ ബോഡി ഡയഗണലാണ്. മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ അവർ വെറുതെ ബോഡി ഡയഗണൽ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ ചെയ്യുന്ന ബോഡി ഡയഗണലാണ്. For lines L1 and L2, let DL1, L2 be the shortest distance between them. അത് വെറുതെ ഡെഫിനിഷൻ ആണ്. വെറുതെ 2 ലൈൻസ് എടുത്താൽ DL1, L2. കാരണം ഈ L1 ഉം L2 ഒക്കെ ചിലപ്പോൾ സ്ക്യൂ ആയിരിക്കും, ചിലപ്പോൾ പാരലൽ ആയിരിക്കും, എക്സെട്ര ആൻഡ് സോ ഓൺ. പാരലൽ ആവില്ല കേട്ടോ. പാരലൽ ആവാം, ഫേസ് ഡയഗണലിൽ പാരലൽ ആവാം. ഇങ്ങനെ ഒരു ഡയഗണൽ, ഇവിടെ ഒരു ഡയഗണൽ, അപ്പോൾ ഡയഗണലിൽ പാരലൽ ആവാം. ഫേസ് ഡയഗണലിൽ പാരലൽ ആവാം. ബോഡി ഡയഗണൽ ഒരിക്കലും പാരലൽ ആവില്ല അല്ലേ. ബോഡി ഡയഗണൽ എല്ലാം കൺകറന്റ് ആണ്, നടുക്കൊരു പോയിന്റിൽ കൺകറന്റ് ആണ്. പിന്നെ DL1, L2 denote the shortest distance between them. Then the maximum value of DL1, L2 as L1 varies over F and L2 varies over S. ഇതെന്താ വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ ആ ചോദ്യം മനസ്സിലാവണം. അതായത് ഇപ്പൊ നോക്കൂ, ഇതൊരു ഡയഗണലാണ്, ഇതൊരു ഡയഗണലാണ്. ഈ ഡയഗണൽ എന്താ? ഈ ഡയഗണൽ ഒ പി പറയുന്നത് ഒരു ഫേസ് ഡയഗണലാണ്. ഒ പി പറയുന്നത് ഒരു ഫേസ് ഡയഗണലാണ്. അല്ല, ഒ പി പറയുന്നത് ഒരു ബോഡി ഡയഗണലാണ്. ഒ പി ബോഡി ഡയഗണലിൽ എസിൽ പെടുന്നൊരു സാധനമാണ്. ഇപ്പം നമ്മൾ വേറൊരു ഡയഗണൽ എടുത്തു, ഇങ്ങനൊരു ഡയഗണൽ എടുത്തു, ഇങ്ങനൊരു ഡയഗണൽ, ഇതൊരു ഫേസ് ഡയഗണലാണ്. ഇതൊരു ഫേസ് ഡയഗണലാണ്. ഇത് രണ്ടും തമ്മിലുള്ള ദൂരം എന്താ? എന്തായാലും ഇന്റർസെക്ട് ചെയ്യും. വാട്ട് ദ ഡിസ്റ്റൻസ്? 0 ആണ് അല്ലേ. ആ ഡിസ്റ്റൻസ് 0 ആണ്. അപ്പോൾ അത് പറ്റില്ല. പക്ഷേ സപ്പോസ് യു ആർ ടേക്കിംഗ് ദിസ് ഡയഗണൽ, ഇതൊരു ഫേസ് ഡയഗണലാണ്. ഇത് ക്യാപിറ്റൽ എഫിലത്തെ ആളാണ്. ഇത് ഫേസ് ഡയഗണലാണ്, ഇത് ക്യാപിറ്റൽ എഫിലത്തെ ആളാണ്. അപ്പം ഇതും ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പോൾ ദിൽ ബി എ ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പം ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പം ചിലപ്പം ഈ ബോഡി ഡയഗണലും ഫേസ് ഡയഗണലും ഇന്റർസെക്ട് ചെയ്യും. അപ്പോൾ ദൂരം എന്തായിരിക്കും? ഒറിജിൻ ആയിരിക്കും. അല്ല, ദൂരം എന്തായിരിക്കും? 0 ആയിരിക്കും. ചിലപ്പോൾ അത് ഇന്റർസെക്ട് ചെയ്യില്ല, അപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ചോദ്യം എന്താ? വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? വാട്ട് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബോഡി ഡയഗണൽ ആൻഡ് എനി ഓഫ് ദ ഫേസ് ഡയഗണൽ വിച്ച് ഇസ് സ്ക്യൂ ടു ഇറ്റ്? അപ്പോൾ ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ മാക്സിമം ഡിസ്റ്റൻസ് വെച്ചാൽ മാക്സിമം ഡിസ്റ്റൻസ് ആവണേ എന്താണ്? ഇറ്റ് ഷുഡ് ബി അതർ ദാൻ 0. 0 ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. കാരണം എന്താ? ഒരു ബോഡി ഡയഗണലിനും ഫേസ് ഡയഗണലിനും ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ദൂരം 0 ആയിരിക്കും. അല്ലെങ്കിൽ ദൂരം 0 അല്ലാത്തൊരു സാധനമായിരിക്കും. അപ്പോൾ ആ 0 അല്ലാത്തൊരു സാധനമാണെങ്കിൽ എന്താണ്? ആ 2 ലൈൻസ് സ്ക്യൂ ആയിരിക്കണം. അപ്പോൾ ചോദ്യം എന്താ? ക്വസ്റ്റ്യൻ ഈസ് കൺഫൈൻഡ് ടു ദിസ്. എന്താ? വാട്ട് ഈസ് ദ പോസിറ്റീവ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ്? പോസിറ്റീവ് വേണ്ട. വാട്ട് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ഫേസ് ഡയഗണൽ and any body diagonal skew to it. ഇതാണ് ചോദ്യം.
What is the distance between a face diagonal and a body diagonal skewed? അത്രയേ ഉള്ളൂ. ഇതാണ് ചോദ്യം. അപ്പോൾ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ലൈനും ഈ ലൈനും തമ്മിൽ ദൂരം കണ്ടാൽ മതി. എങ്ങനെ ദൂരം കാണാം? സിമ്പിളാണ്. ഇതിപ്പോൾ എക്സ് ആക്സിസ് വെച്ചോളൂ, ഇത് വൈ ആക്സിസ് സെഡ് ആക്സിസ് വെച്ചോളൂ. അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും? ഇത് എക്സെഡ് പ്ലെയിൻ ആണ്. എക്സെഡ് പ്ലെയിൻ ആണെങ്കിൽ ഇതിൽ എക്സെഡ് പ്ലെയിൻ ആണെങ്കിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ എക്സ് 1 ഉണ്ടാവും, വൈയും 1 ഉണ്ടാവും. ഇതാണ് 1 0 1. ഇനി ഈ പോയിന്റ് എന്തായിരിക്കും? എക്സ് ഉണ്ടാവും, അല്ല ഇത് എക്സ് ആക്സിസ് ആണ്, സോറി ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് ആയതുകൊണ്ട് ഈ പോയിന്റ് എന്തായിരിക്കും? 1 0 0 ആയിരിക്കും. സോറി 1 0 0 ആയിരിക്കും. ഇത് ഈ പോയിന്റ് എന്തായിരിക്കും? ഇത് എക്സെഡ് പ്ലെയിൻ ആണ്. അപ്പോൾ സെഡ് ആക്സിന് മുകളിലെ പോയിന്റ് ആണ്. അപ്പോൾ ദിസ് പോയിന്റ് വിൽ ബി എന്തായിരിക്കും? 0 0 1. ഇതാണ് പോയിന്റ്. സിമ്പിളാണ്. അപ്പോൾ ഈ വരയും തമ്മിലുള്ള ദൂരം കണ്ടാൽ മതി. സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് ദൂരം കാണാം? ഫോർമുല എന്താ? എസ് ഡി ഈസ് ഈക്വൽ ടു A1 മൈനസ് A2 ഡോട്ട് M1 ക്രോസ് M2 divided by modulus M1 cross M2. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് എ ഫോർമുല. അപ്പോൾ വാട്ട് ഈസ് A1 മൈനസ് A2? ഇതെടുത്തോളൂ. ഇത് ഈ പോയിന്റ്, ഇതാണ് A1. A1 എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ മുകളിലെ പോയിന്റാണ്. A2 ഈ പോയിന്റ് എടുത്തോളൂ. A1 മൈനസ് A2 ഈ പോയിന്റ് എടുത്തോളൂ. അപ്പോൾ A1 മൈനസ് A2 ഐ എടുത്തോളൂ. ദിസ് ഇസ് ഐ. അയ്യോ മൈനസ് ഐ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഡോട്ട് M1 ക്രോസ് M2. ഹൗ ടു ഫൈൻഡ് M1 ക്രോസ് M2? M1 ക്രോസ് M2 കാണാൻ ഏറ്റവും നല്ല എന്താ? ഇതിൻ്റെ പാരലൽ വെക്ടറും ഇതിൻ്റെ പാരലൽ വെക്ടറും കൂടി ക്രോസ് ചെയ്യുക. ഇതിൻ്റെ പാരലൽ വെക്ടർ എന്താ? ദിസ് ഇസ് M1 ക്രോസ് M2. ഇറ്റ് ഇസ് IJK 1 1 1. ഇതാണ് M1 IJK. M2 പറയുന്നത് ഇതിൻ്റെ പാരലൽ വെക്ടർ എന്താ? I1 0 മൈനസ് 1. ഇതാണ് പാരലൽ വെക്ടർ. അപ്പോൾ വാട്ട് ഇസ് M1 ക്രോസ് M2? ഇസ് ഈക്വൽ ടു I ഇൻറ്റു minus 1 minus, that is minus 1, minus j into minus 1 minus 1, that is minus 2, plus k into minus, plus k into minus k, it is minus k. Minus k, അല്ലേ? ശരിയല്ലേ? I into minus 1 minus j into minus 1 minus 1, that is minus 2, plus k into minus 1. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് ഐ പ്ലസ് 2j മൈനസ് കെ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇറ്റ് ഇസ് √6 അതിൻ്റെ മോഡുലസ്. ആൻസർ വിൽ ബി ഐ ഡോട്ട് ഐ 1 1/√6. അത് സിമ്പിളാണ്. ആ കാര്യം മനസ്സിലായാൽ ഇത് വളരെ സിമ്പിളാണ്. എ ഇസ് ആൻസർ. ഇത് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് വളരെ ഈസി ക്വസ്റ്റ്യനിൽ പെടുന്നതാണ്. വളരെ ഈസി ക്വസ്റ്റ്യനിൽ പെടുന്നതാണ്. പക്ഷെ അതിലൊരു ഇത് വെറുതെ കൺഫ്യൂസ് ചെയ്യാവുന്ന. ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് ഓൾ 4 ലൈൻസ് കണ്ടെയ്നിങ് ദ മെയിൻ ഡയഗ്രം ആൻഡ് 12 ലൈൻസ് കണ്ടെയ്നിങ് ദ. ഇതിപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇതാണ് വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മെയിൻ ഡയഗ്രം ആൻഡ് എനി ഓഫ് ദ ഫേസ് ഡയഗ്രം സ്ക്യൂ ടു ഇറ്റ്. അത്രയേ ഉള്ളൂ. അതാണ് ചോദ്യം. റൈറ്റ്. ആറാമത്തെ ചോദ്യം നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സസ് ദർ എക്സ് വൈ ബിലോങ് ടു സെറ്റ് ക്രോസ് സെറ്റ്. ഇതൊരു എലിപ്സ് ആണ് കേട്ടോ. എലിപ്സ് ആണ്. ലെസ് ദാൻ 1 പറഞ്ഞാൽ യു ആർ ടേക്കിംഗ് ദ ഇന്റീരിയർ റീജിയൻ എക്സ്ക്ലൂഡിങ് ദ റിം. ഇത് പാരബോളയാണ്. y² = 5x. പിയും ക്യൂവും ആറും റാൻഡംലി ചൂസൺ ഫ്രം എക്സ്. ആ റീജിയൻ എടുക്കുകയാണ്. പ്രോബബിലിറ്റി ദാറ്റ് പി ക്യൂ ആൻഡ് ആർ ഫോം എ ട്രയാങ്കിൾ whose area is a positive integer. അപ്പം ആദ്യം നമ്മൾ ആ റീജിയനിൽ എത്ര പോയിന്റ്സ്, ഇൻഡിജർ പോയിന്റ്സ്, സെറ്റ് ക്രോസ് സെറ്റ് അല്ലേ. അപ്പോൾ ഇൻഡിജർ പോയിന്റ്സ് എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ആദ്യം റീജിയൻ കണ്ടുപിടിക്കണം. അപ്പോൾ റീജിയൻ കണ്ടുപിടിക്കുമ്പോൾ x²/8 ആണ്. അപ്പോൾ x²ൻ്റെ താഴെയുള്ള ആൾ താഴെ നെഗറ്റീവ് ഇതാണ്, 20-നേക്കാൾ കുറവാണ്. അപ്പോൾ വെർട്ടിക്കലാണ് സാധനം. വെർട്ടിക്കലായിട്ടുള്ള എലിപ്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്കൊരു വെർട്ടിക്കൽ എലിപ്സ് വരയ്ക്കാം. ദിസ് ഈസ് എ വെർട്ടിക്കൽ എലിപ്സ്. But this is x axis, y axis. ഇതാണ് x axis, y axis, ഏകദേശം y axis. x²/8. അപ്പോൾ x²/8 ആകുമ്പം
8ന്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ ഈ പോയിന്റ് 2 റൂട്ട് വരും. 20 ആകുമ്പോൾ റൂട്ട് 20 ആണ്. 0 റൂട്ട് 20 ആണ്. അത് വിഷയമില്ല. 0 റൂട്ട് 20 ആണ്. പിന്നെ ലെസ് ദാൻ പറഞ്ഞാൽ റീജിയൻ ഇൻസൈഡ്, ഈ എലിപ്സിന്റെ ഉള്ളിലത്തെ റീജിയനാണ്. ഇനി y സ്ക്വയർ ഈക്വൽസ് 5x. അപ്പോൾ y സ്ക്വയർ ഈക്വൽസ് 5xും ഇതും കൂടി കട്ട് ചെയ്യുന്ന പോയിന്റ് നോക്കാം. ആ രണ്ടും കൂടി സോൾവ് ചെയ്യാം. അതായത് y സ്ക്വയർ ഈക്വൽസ് 5x ഒരു പാരബോളയാണ്. പാരബോള ഏകദേശം ഇങ്ങനെയായിരിക്കും പാരബോള ഉണ്ടാവും. ഏകദേശം ഇറ്റ് വിൽ ബി എ പാരബോള ലൈക്ക് ദിസ് അല്ലേ? ഏകദേശം ഇങ്ങനെ ഉണ്ടാവും പാരബോള. ഇവിടെ കട്ട് ചെയ്യും ഏകദേശം അങ്ങനെ പാരബോള. ദിസ് ഇസ് y സ്ക്വയർ ഈക്വൽസ് 5x. അപ്പോൾ y സ്ക്വയർ ലെസ് ദാൻ 5x ആണെങ്കിൽ ഈ പാരബോളയുടെ ഉള്ളിലായിരിക്കും. അപ്പോൾ അതായത് ഈ റീജിയൻ്റെ ഉള്ളിലത്തെ ആൾക്കാരെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ റീജിയൻ്റെ ഉള്ളിലത്താണ്. അപ്പോൾ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് റീജിയൻ. അപ്പോൾ ആ റീജിയൻ്റെ ഉള്ളിൽ, അതായത് പാരബോളയുടെ ഉള്ളിലും y സ്ക്വയർ ഈക്വൽസ് 5xന്റെ ഉള്ളിലും ആ എലിപ്സിന്റെ ഉള്ളിലുമായിട്ടുള്ള ഇൻറ്റിജർ പോയിന്റ് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് xy, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. അപ്പോൾ അതിന് നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഇതൊന്ന് സോൾവ് ചെയ്യാം. ഈ എലിപ്സും പാരബോളയും ഒന്ന് സോൾവ് ചെയ്യാം. ഈ എലിപ്സും പാരബോളയും കൂടി സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇഫ് യു സോൾവ് ദീസ് ടു എലിപ്സ് ആൻഡ് പാരബോള, രണ്ടും കൂടി സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ 2 എന്ന് കിട്ടും. രണ്ടും കൂടി സോൾവ് ചെയ്യാം. അപ്പോൾ ദ വാല്യൂ ഓഫ് എക്സ് ആസ് 2. അപ്പോൾ എക്സിന്റെ വാല്യൂ 2 ആകുമ്പം ഈ പോയിന്റ്, ഈ എക്സിന്റെ വാല്യൂ 2 ആണ്. അതായത് ഈ രണ്ട് കട്ട് ചെയ്യുന്ന പോയിന്റ് 2 ആണ്. അപ്പോൾ ഈ പോയിന്റ് എക്സ് കോർഡിനേറ്റ് 2 ആണ്. ശ്രദ്ധിക്കുക, ഞാൻ ചെയ്ത് ശ്രദ്ധിക്കുക. ഇവിടെ വൈക്ക് പകരം 5x കൊടുക്കുക. സോൾവ് ചെയ്താൽ എക്സിന്റെ വാല്യൂ 2ഉം എക്സിന്റെ വാല്യൂ 4ഉം കിട്ടും. -4 കിട്ടും. എക്സിന്റെ വാല്യൂ -4 എടുക്കാൻ പാടില്ല. കാരണം y സ്ക്വയർ ഈക്വൽസ് 4x അപ്പുറത്താണ്. എപ്പോഴും എക്സ് കോർഡിനേറ്റ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 2 ആണ്. അപ്പോൾ എക്സ് ഇവിടെ 2 കൊടുത്താൽ 10 വരും. അപ്പോൾ ഇത് √10 ആണ് ഈ പോയിന്റ്. ഇത് -√10 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചാൽ, ഡ്രോ എ ലൈൻ ലൈക്ക് ദിസ്. അപ്പോൾ ആ ലൈനിന് മുകളിലെ പോയിന്റ് നോക്കൂ. ഇതിൻ്റെ ഇടയിൽ ഇവിടെ പോയിന്റ് ഉണ്ടാവില്ല. നോക്കൂ, ഇവിടുത്തെ പോയിന്റ് ഉണ്ടാവില്ല. ഇവിടെ ഇൻഡിജർ പോയിന്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഇൻഡിജർ പോയിന്റ്സ് ഈ വരയുടെ മുകളിലാണ് ഉണ്ടാവുക. ഈ വരയുടെ മുകളിലാണ് ഇൻഡിജർ പോയിന്റ്സ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ വരയുടെ മുകളിലായിരിക്കും ഇൻഡിജർ പോയിന്റ്സ് ഉണ്ടാവുക. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. ജസ്റ്റ് 2 0. ഈ പോയിന്റ് ഇവിടെ ഉണ്ടാവും. 2 1 2 2 എവിടെ വരെ പോകും? 2 3 വരെ പോകും. 2 1 2 2 2 3. അപ്പോൾ ദിസ് ഇസ് 2 1, ദിസ് ഇസ് 2 2, ദിസ് ഇസ് 2 3 അല്ലേ? അപ്പോൾ ആ പോയിന്റ്സ് മാത്രം ഒന്ന് മാർക്ക് ചെയ്യാം. ഇറ്റ് ഇസ് 2 0 2 0, പിന്നെ 2 1 2 2 2 0 2 1 2 2 2 3 2 3 വരെ പോകും. അതേപോലെ താഴേക്ക് 2 -1 2 -2 2 -3. ഇവിടെ √10 അല്ലേ? √10 എന്ന് പറഞ്ഞാൽ 3 പോയിന്റ് സംതിങ് ആണ്. ഒരു 2 -1, പിന്നെ 2 -2 2 -3. ഇതൊക്കെയാണ് പോയിന്റ്സ്. ഇത് 0 0 ആണ്. 0 0 ആ റീമിൽ ഉണ്ടാവില്ല. ലെസ് ദാൻ 5x ആണ്. അപ്പോൾ റീമിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എവിടെയാണ് 2 ഉണ്ടാവുക? 1 2 √2 അല്ലേ? ഏകദേശം ഇവിടെയാണ് 1 ഉണ്ടാവുക. ദിസ് ഇസ് 1 0. അപ്പോൾ 1 0-ൽ നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചാൽ സിമെട്രിക് ആണ് കേട്ടോ. കണ്ടാൽ സിമെട്രിക്കാ തോന്നില്ല, സിമെട്രിക് ആണ്. അപ്പോൾ ഈ പോയിന്റ് എന്താ? 1 കൊടുത്താൽ, ഇവിടെ 1 കൊടുത്താൽ y സ്ക്വയർ ഈക്വൽസ് 5 വരും. y ഈക്വൽസ് √5 ആണ്. അപ്പോൾ ഈ പോയിന്റ് 1, √5 ആണ്. ഈ പോയിന്റോ 1, -√5 ആണ്. √5 പറഞ്ഞാൽ 2 പോയിന്റ് സംതിങ് ആണ്. അപ്പോൾ ഇത് 1 0 ആണ്, ഇത് 1 1 ആണ്, ഇത് 1 2 ആണ്. ദിസ് ഇസ് 1 2, ദിസ് 1 2, ദിസ് ഇസ് 1 1. അതേപോലെ ദിസ് ഇസ് 1 -1, ദിസ് ഇസ് 1 2. കുറച്ച് ഇപ്പുറത്തേക്ക് √5 പറഞ്ഞാൽ 2 പോയിന്റ് സംതിങ് ആണ്.
അപ്പം ഈ വരയുടെ മുകളിൽ നോക്കൂ. അപ്പം സത്യം പറഞ്ഞാൽ ഈ വരയുടെ മുകളിലും ഈ വരയുടെ മുകളിലുള്ള പോയിന്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ട്രയാങ്കിളെ ഉണ്ടാവുള്ളൂ, ഇൻഡിജർ പോയിന്റ്സ്. അതായത് ഈ ക്യാപിറ്റൽ എക്സ് ഉള്ള ആ സെറ്റിൽ ഈ 1 2 3 4 5 6 7 8 9 10 11 12 പോയിന്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദിസ് ലൈൻ, ദിസ് x will contain only how many points? 12 points. 12 points ഉണ്ടാവുള്ളൂ. ആകെ 12 പോയിന്റ്സ് ഉണ്ടാവുള്ളൂ അല്ലേ? 12 പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയാ മറ്റേ പോയിന്റ്സ്? ഏതൊക്കെയാ മറ്റേ പോയിന്റ്സ്? ഏതൊക്കെയാ? 1 0 ഒരു പോയിന്റ് ആണ്, പിന്നെ 1 1 ഒരു പോയിന്റ് ആണ്, പിന്നെ 1 2 ഒരു പോയിന്റ് ആണ്, പിന്നെ 1 -1 ഒരു പോയിന്റ് ആണ്, പിന്നെ 1 -2. ആകെ അപ്പോൾ 1 2 3 4 5 പോയിന്റ് ഇവിടെയോ 1 2 3 4 5 6 7 പോയിന്റ് ഇവിടെ. അപ്പോൾ 7 5 12 പോയിന്റ് ആണ് ആകെ ഉള്ളത്. 12 പോയിന്റ്സ്. അപ്പോൾ 12 പോയിന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടോട്ടൽ നമ്പർ ഓഫ് ഈ 12 പോയിന്റ്സ് കൊണ്ടാണ് ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ആകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് വിൽ ബി 12C3. അപ്പോൾ 12C3 പറയുന്നത് എന്തായിരിക്കും? 12C3 പറയുന്നത് എന്തായാലും 12 × 11 × 10. അപ്പോൾ ടോട്ടൽ കേസസ് വിൽ ബി 220. അത് ഉറപ്പാണ്. ടോട്ടൽ കേസസ് വിൽ ബി 220. ഇനി നമുക്ക് ഫേവറബിൾ കേസസ് കാണണം. ഹൗ ടു ഫൈൻഡ് എ ഫേവറബിൾ കേസസ്? ഫേവറബിൾ കേസസ് കാണുമ്പം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്ക് 1 2 3 4 5 ദേ ആർ കൊളീനിയർ പോയിന്റ്സ് ഓഫ് വൺ കൈൻഡ്. പിന്നെ 1 2 3 4 5 6 7 there are 7 collinear points of another kind. ഈ കൊളീനിയർ പോയിന്റ്സ് കൊണ്ട് എന്തായാലും ട്രയാങ്കിൾ ഉണ്ടാവില്ല, അപ്പം പിക്ക് ഓഫ് ഫോം എ ട്രയാങ്കിൾ അല്ലേ? പോസിറ്റീവ് ഇൻഡിജർ ആണ് ട്രയാങ്കിൾ ഓഫ് പോസിറ്റീവ് ഇൻഡിജർ. അപ്പോൾ ഈ പോസിറ്റീവിന്റെ മുകളിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട, ഇൻറ്റിജർ മാത്രം നോക്കിയാൽ മതി. കാരണം എന്താ? ട്രയാങ്കിളിന്റെ ഏരിയ എപ്പോഴും പോസിറ്റീവിന്റെ ആയിരിക്കും. The area of the triangle will be necessarily positive. അപ്പോൾ പോസിറ്റീവ് ഇൻഡിജർ ആവണമെങ്കിൽ area of the triangle is half. What is the area of the triangle? It is half into base into altitude. That means ബേസോ ഓൾട്ടിറ്റ്യൂഡോ ഏതെങ്കിലും ഒന്ന് ഈവൻ നമ്പർ ആവണം, എന്നാലേ ഡെൽറ്റ ഇൻഡിജർ ആവുള്ളൂ അല്ലേ? അപ്പോൾ ഇത് നോക്കൂ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി, ഇവിടെ ഒരു ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. അപ്പോൾ ട്രയാങ്കിൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിൽ 2 പോയിന്റും ഇതിലൊരു പോയിന്റ് കൊണ്ടും ട്രയാങ്കിൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിൽ 2 പോയിന്റും ഇതിലൊരു പോയിന്റുമായിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കാം. അതായത് യു ക്യാൻ മേക്ക് എ ട്രയാങ്കിൾ either with 2 points here and 1 point here or vice versa. അപ്പോൾ ഇതിലൊരു പോയിന്റും ഇതിൽ 2 പോയിന്റും എടുക്കണമെങ്കിൽ ഇതിലൊരു പോയിന്റും 2 പോയിന്റും ഇതിലെടുക്കാം, അല്ലെങ്കിൽ ഇതിലൊരു പോയിന്റും ഇതിൽ 2 പോയിന്റും എടുക്കാം. അങ്ങനെ ട്രയാങ്കിൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2 പോയിന്റ് ഒരു വരയുടെ മുകളിലും 1 പോയിന്റ് മറ്റേ വരയുടെ മുകളിലുമായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചോളൂ. സപ്പോസ് യു ആർ ഡ്രോയിങ് എ ട്രയാങ്കിൾ ലൈക്ക് ദിസ്. ഈ ട്രയാങ്കിൾ പറ്റില്ല. കാരണം എന്താ? ഈ ട്രയാങ്കിളിൻ്റെ ഈ ലെങ്ത് 1 ആണ്. നമുക്ക് ഒരു കാര്യം ഓർക്കുക, എപ്പോഴും ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചാലും എപ്പോഴും ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? ഇഫ് യു ടേക്ക് ദ ഓൾട്ടിറ്റ്യൂഡ്, നോക്കുക ഇങ്ങനെ ഓൾട്ടിറ്റ്യൂഡ് എടുത്താൽ, ഇഫ് യു ടേക്ക് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ വിൽ ബി ഓൾവേസ് 1. നോക്കുക ഇങ്ങനെ ട്രയാങ്കിൾ എടുത്താലും, സപ്പോസ് യു ആർ ട്രൈയിങ് എ ട്രയാങ്കിൾ, ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വേൾഡ് അല്ലേ? അപ്പോൾ എപ്പോഴും ഈ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എപ്പോഴും 1 ആയിരിക്കും. കാരണം എന്താ? ഈ 2 ലൈൻസ് തമ്മിലുള്ള വിഡ്ത്ത് 1 യൂണിറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഓൾവേസ് ബൈ ഡിഫോൾട്ട് ദിസ് ഹൈറ്റ്, ഈ ഹൈറ്റ് എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ബേസ് ഷുഡ് ബി റിട്ടൺ ഇൻ സച്ച് എ മാനർ. ഇത് ബി എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ബേസ് ഷുഡ് ബി ടേക്കൺ ഇൻ സച്ച് എ മാനർ സോ ദാറ്റ് ഇറ്റ് ഇസ് ഓൾവേസ് എൻ ഈവൻ നമ്പർ, സോ ദാറ്റ് ഡെൽറ്റ ഇസ് എൻ ഇൻറ്റിജർ. അപ്പോൾ ബീറ്റ, ഈ ബി പറയുന്നത് എന്തായിരിക്കണം? B should be taken always in such a manner so that B is always an even integer. അപ്പോൾ ഈവൻ ഇൻറ്റിജർ ആവണം എന്നാണ് ഇത്. ഈ 2 പോയിന്റ്സ് എടുക്കുമ്പോൾ എപ്പോഴും ഈ 2 പോയിന്റ് ഇങ്ങനെ എടുക്കാൻ പാടില്ല, ഇങ്ങനെ എടുക്കാം. അത് തമ്മിലുള്ള വിഡ്ത്ത് ഒന്നുകിൽ 2 ആവാം, അല്ലെങ്കിൽ 4 ആവാം, അല്ലെങ്കിൽ മാക്സിമം 6 ആവാം അല്ലേ? അപ്പോൾ എന്തൊക്കെയാവാം? അപ്പോൾ ഒരു പോയിന്റ് ഇവിടെ
അപ്പം നമുക്ക് രണ്ട് കേസിലെടുക്കാം. ഒരു പോയിന്റ് ഇവിടെയും 2 പോയിന്റ് ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇവിടെയും 2 പോയിന്റ് ഇവിടെ ആയിട്ട് എടുക്കാം അല്ലേ. അപ്പം ഇവിടെയാണ് 2 പോയിന്റ് എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കാം? 1 ഇതൊരു വേ ആണ്, 6 വരും. പിന്നെയോ 2, പിന്നെയോ 3, പിന്നെയോ 4, പിന്നെയോ 5, പിന്നെ 6, പിന്നെ 7, പിന്നെ 8. അപ്പം നമുക്ക് ഒന്നുകൂടി പറയാം, ഞാനത് കൺഫ്യൂഷൻ ആവണ്ട, നമുക്ക് വൃത്തിയായിട്ട് പറയാം. ഏതൊക്കെയാ യു ആർ ടേക്കിംഗ് 2 പോയിന്റ്സ്. ഇതിൽ ഒരു പോയിന്റും ഇതിൽ 2 പോയിന്റും എടുക്കുകയാണ്. ഏതൊക്കെയാ 2 പോയിന്റ് എടുക്കുന്നത്? ശ്രദ്ധിച്ചോളൂ നന്നായിട്ട്. പോയിന്റ് ഏതൊക്കെയാ? ഇതാ ഇവിടുന്ന് എടുത്തോളൂ. 1 2 മതി. 1 കണ്ടോ? 1. പിന്നെയോ ഇവിടുന്ന് എടുക്കാം 2, പിന്നെ ഇവിടുന്ന് എടുക്കാം 3, പിന്നെ 4, പിന്നെ 5. 5 എണ്ണായി. പിന്നെ എന്താ എടുക്കണ്ടേ? 5 എണ്ണായില്ലേ? ഇനി നമ്മൾ എടുക്കണ്ടേ 6 അല്ല സോറി 6 5 നമുക്ക് 1 2 3 4 5 6 അല്ല 1 2 3 4 5 എണ്ണായി. ഒരു ചാട്ടം ചാടിയിട്ട് എല്ലാറ്റിനെയും വിടുത്ത് 2 ആണ്. ഇനി വിടുത്ത് 4 ആയിട്ട് ഏതൊക്കെയാ വരിക? വിടുത്ത് 4 ആയിട്ട് എന്താ വരിക? ഇതാ ഇതിന്ന് ഇങ്ങനെ ഇവിടുത്തെ 4 അല്ലേ? ശരിയല്ലേ? ഇവിടുത്തെ 4 ആയിട്ട് വരും. പിന്നെയോ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുത്തെ 4 അല്ലേ? പിന്നെയോ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുത്തെ 4 ആണ്. അപ്പം 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 6 7 8 8 പിന്നെയോ മൊത്തം ഇങ്ങനെ എടുക്കാം. മൊത്തം ഇവിടെ തൊട്ടിട്ട് ഇങ്ങനെ 9. അപ്പോൾ ആകെ 9 കേസ് ഉണ്ടാവും. ടേക്കൺ 2 at a time with width as an even number. 9 ആണ്. അപ്പോൾ 9 into 1 2 3 4 5 5 കേസ്. അതായത് ഇവിടെ 2 എടുക്കുക, ഇവിടെ 1 എടുക്കുക. അങ്ങനെയല്ല എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും? 9 into 5 45 ട്രയാങ്കിൾസ് ഉണ്ടാക്കാം. പ്ലസ് ഇത് നേരെ തിരിച്ച് പറയുമ്പോൾ എങ്ങനെയാ വരിക? തിരിച്ചെങ്ങനെയാ? ഇതാ നോക്കൂ, തിരിച്ചെങ്ങനെയാ എടുക്കുക? ഇതാ ഇതൊന്ന് ഇങ്ങനെ എടുക്കാം. ഇതാ 1 പിന്നെ 2 പിന്നെ 3 പിന്നെ 4 കേസ്. ഏതൊക്കെയാ 4 കേസ്? ഇതാ 1 പിന്നെ 2 പിന്നെ 3 പിന്നെ 4. അപ്പം 4 into എത്ര കേസുണ്ട്? ഇതിൽ എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7. ഇതാണ് ഉത്തരം. 45ഉം 28ഉം എത്ര? 45 28ഉം 45ഉം 28ഉം കൂടി കൂട്ടാം 70. ആൻസർ അപ്പോൾ ഫേവറബിൾ കേസസ് 73. Answer is 73 by 220. Answer is box. Box is the answer. നല്ല ചോദ്യത്തിൽ പെടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ പറയുക, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എടുക്കുന്നതിൽ നല്ല പിടുത്തം. എന്താ ഡിഫോൾട്ടായിട്ട് ആൾട്ടിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ ബേസ് ഷുഡ് ബി ടേക്കൺ ഇൻ സച്ച് എ മാനർ സോ ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ ബേസ് ഇസ് ഓൾവേസ് ആൻ ഈവൻ നമ്പർ. അപ്പം ഈ കേസ് ഇതാ എടുക്കണമെങ്കിൽ ഈവൻ നമ്പർ എന്താവാം? 2 ആവാം, 4 ആവാം, 6 ആവാം. ഇവിടെയാണ് ബേസ് എടുക്കണമെങ്കിൽ 2 ആവാം, 4 ആവാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നല്ല ചോദ്യമാണ്. ഓക്കെ, വിൽ ഗോ ടു 7th ക്വസ്റ്റ്യൻ.
Let P be a point on the parabola y square equals 4x, A positive. അപ്പോൾ ചിത്രം വരച്ചു, A positive. Normal to the parabola at P. അപ്പോൾ P എന്നുള്ള പോയിന്റിൽ ഒരു നോർമൽ വരയ്ക്കാം. This is tangent. ഇതാണ് നോർമൽ. ഇതാണ് ഫോക്കസ് വിചാരിച്ചോളൂ. ഇതാണ് ഫോക്കസ്. അപ്പോൾ ഇതാണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 120 തന്നിട്ടുണ്ട്. അപ്പോൾ ആ P എന്നുള്ള പോയിന്റിൽ വരയ്ക്കുന്ന നോർമലിൻ്റെ ഇക്വേഷൻ കാണും. അപ്പോൾ P എന്നുള്ള പോയിന്റ് T എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ പോയിന്റ് AT സ്ക്വയർ 280 ആണ്. അപ്പം നോർമലിൻ്റെ ഇക്വേഷൻ മക്കളെ, നോർമലിൻ്റെ ഇക്വേഷൻ ടു നോർമൽ at P. It is y plus xt equals 280 plus 80 cube. അവിടെ സ്ലോപ്പ് ഇതിൻ്റെ -t ആണ്. ഇതിൻ്റെ സ്ലോപ്പ് -t ആണ്. പക്ഷേ തന്നിട്ടുണ്ട് ഈ ലൈനിൻ്റെ സ്ലോപ്പ് m ആണ്. അപ്പോൾ m എന്ന് പറയുന്നത് -t ആണ്. അപ്പോൾ m-ന് പകരം -t ഇവിടെ പ്ലഗ് ചെയ്താൽ എന്താ കിട്ടുക? y minus mx. y minus mx equals minus 2am minus am cube. ഇതാണ് ഇക്വേഷൻ ടു ദ നോർമൽ. അപ്പോൾ അതുകൊണ്ട് ഈ പോയിന്റില്ലേ y 0 ആയാൽ എക്സിൻ്റെ വാല്യൂ നോക്കാം. y 0 ആയാൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 2am by it will be 2am plus am cube divided by m, 0. അല്ലേ? ഇവിടെ x ആണ്, y 0 ആകുമ്പോൾ കിട്ടാം. ഈ പോയിന്റോ, ഈ പോയിന്റ് A0 ആണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, ഈ ദൂരം എന്ന് പറയുന്നത് 280 ആണ്. ഇത് 280 ആണ്. അപ്പം 280 ആണ് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. അപ്പം തന്നിട്ട് ഡെൽറ്റ 120 പറഞ്ഞാൽ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ആണ്. വാട്ട് ഇസ് ബേസ്? ഇതിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഇത് എം എസ് ഡിവൈഡ് ചെയ്താൽ ഈ പോയിന്റ് 2a plus am സ്ക്വയർ ആണ്, 0 ആണ്. അപ്പം 2a plus am സ്ക്വയർ മൈനസ് a എന്തായിരിക്കും? a plus am സ്ക്വയർ ആണ്. ഇതാണ് ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് 280 ആണ്. 280 ആകുമ്പോൾ 2 ഇൻറ്റു a ഇൻറ്റു ടിക്ക് പകരം -m കൊടുക്കും. ഇതാണ് 120. സിമ്പിൾ അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ 2 കൊണ്ട് കളയുമ്പോൾ മൈനസ് വെട്ടിക്കൊള്ളൂ. അപ്പോൾ 120 ഈസ് ഈക്വൽ ടു, യു ക്യാൻ ടേക്ക് a സ്ക്വയർ ഔട്ട്സൈഡ് ഇൻറ്റു m സ്ക്വയർ പ്ലസ് m ക്യൂബ് പ്ലസ് m സ്ക്വയർ അല്ലേ? m ക്യൂബ് പ്ലസ് m അല്ലേ വരിക? m ക്യൂബ് പ്ലസ് m. അപ്പം ഇത് വർക്ക് ചെയ്യുന്ന ആളെ നോക്കിയാൽ മതി. ഇത് വർക്ക് ചെയ്യുന്ന എയും എമ്മും നോക്കാം. അല്ലാതെ വേറെ ഒരു കണ്ടീഷൻ തന്നിട്ടില്ലല്ലോ. അവിടെ ട്രയൽ എറർ തന്നെ പറ്റുള്ളൂ. ഓരോ ചോയ്സും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം, അതേ നിർത്തിയുള്ളൂ. ഇവിടെ 120 ആണ്. അപ്പോൾ എക്ക് പകരം 2 ആയ ഇവിടെ 4, ഇവിടെ 4 ആയ 30 ആയി. ഇവിടെ 3 വെച്ചാൽ 27, 3, 30. ശരിയാണ്. ആൻസർ ഇസ് എ. ഓപ്ഷൻ എ ഇസ് ആൻസർ. അത്ര മതി. ഈ ഇക്വേഷൻ വർക്ക് ചെയ്യുന്ന ചോയ്സ് അത്രയേ ഉള്ളൂ. 8ാമത്തെ ചോദ്യം. tan inverse x belongs to R. ഓപ്പൺ -π/2 π/2. tan inverse x റേഞ്ച് അതാണ്. In the number of real solutions of the equation 1 plus cos 2x is equal to √2 tan inverse tan x. Tan inverse tan x lie between this. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. കാരണം എന്താ അറിയോ? √1 plus cos 2x 2 cos square x ആണ്. Root is equal to √2 tan inverse tan x. √2 cancel out. Root of cos square x mod cos x ആണ്. But this is mod cos x is equal to tan inverse tan x. ഇനി രണ്ടിൻ്റെയും ഗ്രാഫ് വരയ്ക്കാം. മോഡ് കോസ് എക്സിൻ്റെയും ഗ്രാഫ് വരയ്ക്കാം, ടാൻ ഇൻവേഴ്സ് ടാൻ എക്സിൻ്റെയും ഗ്രാഫ് വരയ്ക്കാം. ഹൗ ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ്? അപ്പോൾ ആദ്യം നമുക്ക് y ആക്സിസ് x ആക്സിസ്, ഇതാണ് y ആക്സിസ്, ഇതാണ് x ആക്സിസ്. ഇനി ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ്. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് വരയ്ക്കേണ്ടത് എങ്ങനെയാണ്?
minus pi by 2, minus pi by 2, pi by 2 open interval ആവുമ്പം tan inverse tan x x ആണ്. അപ്പോൾ ഇത് minus pi by 2. 1, 2, 3. This is minus pi by 2. Pi by 2. Minus pi by 2, 1, 2, 3. So this is minus plus pi by 2. This is minus pi by 2. So minus pi by 2, pi by 2, tan inverse tan x in the value x തന്നെയാണ്. The graph will be like this. ഇവിടെ open ആണ്. It's very, very important. Here it is open. Tan inverse tan x. ഇനി pi by 2, pi by 2. ഇനി pi by 2, 3 pi by 2. Pi by 2, 3 pi by 2. അപ്പോൾ ഇതേ 1, 2, 3, 4, 5, 6. ഇവിടെയാണ് 3 pi by 2. അതുപോലെ ഇപ്പുറത്തേക്കും 1, 2, 3, 4, 5, 6. This is minus 3 pi by 2. അപ്പോൾ അതിൻ്റെ നടുക്കായിരിക്കും പൈ. ഇവിടെ അത് നടുക്കായിരിക്കും മൈനസ് പൈ. അപ്പൊ ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എപ്പോഴും ഒന്നുകിൽ പ്രിൻസിപ്പൽ ബ്രാഞ്ചിലാണെങ്കിൽ എക്സ്, അല്ലെങ്കിൽ എക്സ് മൈനസ് പൈ, എക്സ് മൈനസ് 2 പൈ, എക്സ് മൈനസ് 3 പൈ, എപ്പോഴും അങ്ങനെയാണ്. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സിന്റെ ഗ്രാഫ് എപ്പോഴും അങ്ങനെയാണ്, എക്സ് മൈനസ് തീറ്റയാണ്. അപ്പൊ ഇത് അടുത്ത ഗ്രാഫ്, അടുത്ത ബ്രാഞ്ചിലുള്ള ഗ്രാഫ് ഇങ്ങനെ തന്നെയാണ്, എക്സ് മൈനസ് ഇങ്ങനെയാണ്. അതേപോലെ ഇവിടെ അത് മൈനസ് പൈൻ്റെയും പൈ ബൈ 2ൻ്റെ ഇടയിൽ ഇങ്ങനെയാണ്. പാരലാണ്, ഇതൊക്കെ പാരലാണ്. ഇവിടെ അത് പൊള്ളയാണ്. കണ്ടോ, ഓപ്പൺ ആണ്. കണ്ടോ, ഇവിടെ ഓപ്പൺ ആണ്. കാരണം ഓപ്പൺ ആവണം, അല്ലെങ്കിൽ ഓപ്പൺ അല്ലെങ്കിൽ അത് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് ടാൻ പൈ ബൈ 2 ഡിഫൈൻഡ് അല്ല, ഓഡ് മൾട്ടിപ്ലൈ പൈ ബൈ 2 ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഇതാണ് ഏകദേശം ടാൻ ഇൻവേഴ്സ് ടാൻ എക്സിന്റെ ഈ ഡൊമൈനിലുള്ള ഗ്രാഫ്. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ പോകും. നിങ്ങൾക്കറിയാലോ, സൈൻ ഇൻവേഴ്സ് ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെ പോകും, കോസ് ഇൻവേഴ്സ് ഗ്രാഫ് ഇങ്ങനെ പോകും. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എപ്പോഴും ഇങ്ങനെ പോകും. ബിക്കോസ് ടാൻ ഓഫ് odd pi minus theta is tan theta. Tan of theta minus even pi is also tan theta. അതുകൊണ്ടാണ് tan inverse tan ന്റെ ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി cos x ന്റെ ഗ്രാഫ് വരയ്ക്കാം. mod cos x ന്റെ ഗ്രാഫ്. mod cos x ന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക മക്കളെ? ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് ദ ഗ്രാഫ്. ഇത് പൈ ബൈ 2 ആണ്. ഏകദേശം ഇവിടെയാണ് 1 വരും. ദിസ് ഇസ് 1. പൈ ബൈ 2 0. അപ്പോൾ ഇങ്ങനെ വരും ഗ്രാഫ്. cos x ന്റെ ഗ്രാഫ് ഇങ്ങനെ. ഇവിടെ അത് ഇവിടെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. ഇവിടെ പൈല് 1 ആണ്, ഇങ്ങനെ 3 പൈ ബൈ 2 ഇങ്ങനെ. പിന്നെ അതേപോലെ ഇങ്ങനെ പൈല് ഇങ്ങനെ. But this is the graph of mod cos x. അപ്പോൾ mod cos x tan inverse tan x കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലം ഏതൊക്കെയാണ്? ഇതാ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇവിടെ ഒരു സൊല്യൂഷൻ, സൊല്യൂഷൻ ഹിയർ. ഇവിടെ ഒരു സൊല്യൂഷൻ, പിന്നെ ഇതാ ഇവിടെ ഒരു സൊല്യൂഷൻ. സൊല്യൂഷൻ ഏതാ ചോദിച്ചിട്ടില്ല. ആകെ 3 സൊല്യൂഷൻസ്. ആൻസർ ഇസ് 3 സൊല്യൂഷൻസ്. ഇത് വളരെ സിമ്പിൾ ചോദ്യത്തിൽ പെടും. Only thing is that you must know to draw the graph. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പം 1 plus root 1 plus cos 2x is root 2 sin inverse sin x. 1 plus cos x is root 2 tan cos inverse cos x. 1 minus cos 2x is root 2 sin inverse sin x. ഇതൊക്കെ നമ്മൾ പല തവണ JEE അഡ്വാൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ക്ലാസ്സിൽ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻസിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനിൽ പെടുന്നതാണ്. പക്ഷെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ ഗുഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ ഓൾസോ. ടാൻ ഇൻവേഴ്സ് ടാൻസിൻ്റെ ഗ്രാഫ് കുറച്ചുകൂടി ഭംഗിയുള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 9.
n greater than or equal to 2 be a natural number and nf is a function from 0, 1 to set of all real numbers. Be a function defined like this. ഇങ്ങനെ പീസ് പീസ് ആയിട്ട് ഡിഫൈൻ 0 to 1 ആണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഗ്രാഫായിട്ട് വരച്ചു. 0-ൻ്റെയും 1/2-ൻ്റെയും ഇടയിലൊരു കഥ, 1/2-ൻ്റെയും 3/4-ൻ്റെയും ഇടയിലൊരു കഥ, 3/4-ൻ്റെയും 1/n-ൻ്റെയും ഇടയിലൊരു കഥ, 1/n-ൻ്റെയും 1-ൻ്റെയും ഇടയിലൊരു കഥ. അങ്ങനെ 4ആയിട്ട് ബൈഫൊക്കേറ്റ് ചെയ്തു. ഇനി ഓരോന്നിനും ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. കാരണം ഏരിയ ആണ്. n is such that the area of the region bounded by the curves is 4. What is the maximum value of the function f? Then what is the maximum value of the function f? ഏറ്റവും വലിയ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. അപ്പം സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. റിയൽ നമ്പേഴ്സ് ആകുമ്പോൾ ഫുൾ ഉണ്ടാവും, റേഞ്ച് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സ് 0 ആകുമ്പം ഇതിൻ്റെ വാല്യൂ n ആണ്. അപ്പം n എന്ന് പറഞ്ഞാൽ 1/2n, n ഇവിടെയാണ് വിചാരിച്ചോളൂ, n ഇവിടെയാണ്, ദിസ് ഇസ് n വിചാരിച്ചോളൂ. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ n ആണ്. എക്സ് 1/2n ആണെങ്കിൽ ഇത് 0 ആവും. അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ ഗ്രാഫ് ഉണ്ടാവും. ഇനി 1/2n-ഉം 3/4-ൻ്റെ ഇടയിൽ, അപ്പോൾ 1/2n ഇവിടെ വെച്ചാൽ എക്സ് 1/2n വെച്ചാൽ 1 - 1 0 വരും. അപ്പോൾ 1/2n 0 ആണ്. എക്സ് 3/4n വെച്ചാൽ എന്താ കിട്ടുക? 2n into എക്സിന് പകരം 3/4n -1. 3/4n -1. ഈ n-ഉം n-ഉം വെട്ടിപ്പോകും. ഈ 2 ഇവിടെ വെട്ടിപ്പോകും. 3/2 - 1. 3/2 - 1 is 1/2. അപ്പോൾ 2n into 1/2. അപ്പോൾ n തന്നെയാണ്. അപ്പോൾ n ആണ് കിട്ടുക. 3/n n ആണ്. അപ്പോൾ this is the graph. n. ഇനി 3/n-ലും 1/n-ലും ഇടയിൽ, 3/n-ലും 1/n-ൻ്റെ ഇടയിൽ എന്താ വരിക? 3/4n. നമുക്ക് 1/n ആണെങ്കിൽ 0 ആണ്. ഇത് 0 ആണ്. 3/4n ആണെങ്കിൽ എക്സിന് പകരം 3/4n ആണെങ്കിൽ 4n into 1 minus n into 3/4. n വെട്ടിപ്പോവും. 1 minus 3/4. അപ്പോൾ 4n into 1/4. അപ്പോൾ 4 വെട്ടിപ്പോവും. n ആണ്. അപ്പോഴും n തന്നെയാണ്. അപ്പോൾ എപ്പോഴും മുകളിലേക്ക് പോകുന്ന n തന്നെയാണ്. ഇനി 1/n ആകുമ്പോൾ ഇത് 0 ആണ്. 1/n ആകുമ്പോൾ ഇത് 0 ആണ്. 1 ആകുമ്പോൾ എന്താ വരിക? n - വെട്ടിപ്പോവും. n ആണ്. This is n. 1 ആകുമ്പോൾ n. അപ്പോൾ the graph is like this. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് n. If n is such that the area of the region bounded by the curves x equals 0, y axis, x equals 1, x equals 1 ഇതാണ്, x equals 1 ഇതാണ്, x equals 1 is this line, and y equals 0, അതായത് ഈ area bounded by x axis, y axis and x equals 1. ഇത് 4 ആണ് തന്നുണ്ട്. അപ്പോൾ വാട്ട് ഇസ് ദിസ് ഏരിയ? നോക്കാം. ഏരിയ എങ്ങനെയാ? ഏരിയ is equal to 4 is equal to ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് എന്താ? 1/2n ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് n പ്ലസ് വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ? ഓൾട്ടിറ്റ്യൂഡ് n തന്നെയാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ? 1/n - 1/2n. 1/n - 1/2n ഇൻറ്റു n പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു 1 - 1/n. 1 - 1/n ഇൻറ്റു n അല്ലേ? അപ്പോൾ സിംപ്ലിഫൈ ഈ n-ഉം n-ഉം വെട്ടിപ്പോവും. അപ്പോൾ 4 is equal to 1/4 പ്ലസ് ഇവിടെ 2-ഉം 2-ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ 2 ചെയ്യുമ്പോൾ ഇവിടെ 2 ചെയ്യുമ്പോൾ ഇവിടെ 2 ആവും. 2 - 1 is 1/2n. 1/2n ഇൻറ്റു n is 1/2. പിന്നെ പ്ലസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു n - 1 വരും. അപ്പോൾ ഇറ്റ് ഇസ് 4 is equal to 1/4 പ്ലസ് 1/2 പ്ലസ് 1/2n, n/2 minus 1/2, right? 1/2, 1 minus 1/n, half into base into altitude ആണ്. ഇവിടെ അതേ ഹാഫ് ഉണ്ട് അല്ലേ? ഇവിടെ ഹാഫ് ഉണ്ട്.
ഹാഫ് ഇൻറ്റു പി അപ്പോൾ ഇവിടെ ഹാഫ് ഉണ്ട് അപ്പോൾ ഇൻറ്റു 1/2 ഇറ്റ് ഈസ് 1/2 അപ്പോൾ എന്താ കിട്ടുക 1/4 പ്ലസ് 1/4 1/2 മൈനസ് 1/2 വെട്ടിപ്പോവും അപ്പോൾ 4 ഈക്വൽസ് n/2 or n equals 8 അപ്പോൾ n equals 8 ആണ് ഉത്തരം 8 is answer right